നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം 6-ാമത്തെ അധ്യായം 52-ാമത്തെ ശ്ലോകം വായിക്കണു. നമ്പർ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം, അത് നോക്കണ്ട. ഇപ്പോൾ നമ്മൾ 14-ാമത്തെ ഭാഗമാണ് പറയണത് യജ്ഞവിധിയിൽ. ഈ 6-ാമത്തെ അധ്യായം ഒരു ഒരു ഗണമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയണത്. ഇത് 14-ാമത്തെ ഭാഗം. രജസ്വലാന്ത്യജം മ്ലേച്ഛ പതിതവ്രാതകൈസ്തഥാം ദ്വിജദ്വേദബാഹ്യൈശ്ച ന വദേദ്യ കഥാവ്രതി. ഇപ്പോൾ കഥാവ്രതികളായിട്ടുള്ള ഭാഗവത കുതുകികൾ ആരെയൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത്, ആരുമായിട്ടാണ് അടുപ്പം പാടില്ലാത്തത് എന്ന് പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആരെയായാലും നിന്ദിക്കുന്നവരെ വേണ്ട എന്ന് പറഞ്ഞു വെച്ചു. രജസ്വലയായിട്ടുള്ള സ്ത്രീ, പുറത്തായിട്ടുള്ള സ്ത്രീ, അതേപോലെ ചണ്ടാലാദികൾ, അതായത് നായ വെച്ച് തിന്നുന്നവർ, അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു തരത്തിലും ഒരു ബന്ധമില്ല, അങ്ങനത്തെവരെ അവർക്കും ഇത് ഈ ഭാവമാണ് എങ്കിൽ, ഇനി ഇതൊക്കെ പറയുമ്പോഴും ഇവർക്കൊക്കെയും ഭാഗവതം കൊടുക്കാം എന്നൊരു കണക്കുണ്ട്. അത് എങ്ങനെ, എപ്പോൾ, അതിൻ്റെ സന്ദർഭം അവർക്ക് അനുകൂലമായെങ്കിൽ മാത്രം. രത്നാകരൻ എന്ന കാട്ടാളൻ അങ്കുലിമാരനായിട്ട് ജീവിക്കുന്ന സമയത്ത്, അങ്കുലിമാരൻ വെച്ചാൽ മറ്റേ മാക്സിമം എല്ലാവരെയും ദ്രോഹിച്ച് എന്ന് സാരം, അവരെയൊക്കെ വെട്ടിക്കൊന്ന് കയ്യ് കാലമൊക്കെ ആഭരണമായിട്ട്, അതാണ് അങ്കുലിമാരൻ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് സപ്തർഷികളുടെ സംഘം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ പരിവർത്തനം ചെയ്യാനുള്ള സമയമായി എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ വന്നതും അവർക്ക് രാമരാമ എന്നുള്ളത് ഉപദേശം കൊടുക്കാൻ സാധിച്ചത്. ഈ രാമരാമ എന്ന് സ്വീകരിക്കാനുള്ള ആ കപ്പാസിറ്റി ഈ അങ്കുലിമാരനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മര എന്ന് പറഞ്ഞു കൊടുത്തു. അതും പറയാൻ പറ്റാത്തത് കൊണ്ട് ആ മരം ഈ മരം എന്ന് പറഞ്ഞോളൂ എന്ന് നമ്മൾ മലയാളികൾ പറയാറുണ്ട്. ആ മരവും ഈ മരമൊക്കെ പോയിട്ട് മരാമരായി, അത് മരാമ രാമ 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 എന്നായി. രാമായണം എഴുതാൻ തോക്കണം അത്യുന്നതമായിട്ടുള്ള ഭാവത്തിൽ കവിയായിട്ട്, ശ്രേഷ്ഠനായിട്ട് തീരുകയും ചെയ്തു, വാൽമീകി ആയിട്ട്. അങ്ങനെ എത്രയോ ചണ്ടാളന്മാരുടെ കഥകൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചണ്ടാളന്മാരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് ഇത് കേൾക്കാൻ സാധിക്കില്ല. താൽക്കാലികമായിട്ട് അവർ വരുമ്പോൾ അവർ എന്തെങ്കിലും നിഷേധമൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതിന് കഥയ്ക്ക് വിഘ്നം വരണ്ട എന്ന നിലയ്ക്കാണ്. അപ്പോൾ അവർ കൊടുക്കേണ്ടത് സന്ദർഭം വരുമ്പോൾ ഈ ആചാര്യനെ കൊടുക്കാൻ പറ്റും, ഭക്തന്മാരായിട്ടുള്ള നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും. അതപ്പോൾ കൊടുത്തോളാം, അത്രയേ ഉള്ളൂ. അവരെ നിഷേധിക്കുകയല്ല. ഈ കഥയ്ക്ക് വിഘ്നം വരാൻ പാടില്ല എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഈ ഉപേക്ഷകൾ മുഴുവൻ പറഞ്ഞത്. ആഹാരത്തിൻ്റെ ഉപേക്ഷകൾ, അതേപോലെ നമ്മളെ ബന്ധുക്കളെ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞത് ഈ കഥയ്ക്ക് വിഘ്നം വരാൻ. ഈ ഒരാഴ്ചയെ ഉപേക്ഷിക്കണ്ടു, അത് കഴിഞ്ഞാൽ പിന്നെ സ്വീകരിച്ചോളൂ. അതാണ് ബന്ധുക്കളെ ഉപേക്ഷിക്കാം, മറ്റേ ബന്ധുക്കാരെ ഇണങ്ങന്മാരെയൊക്കെ ഉപേക്ഷിച്ചാൽ നമ്മൾ കൊടുങ്ങേ. അപ്പം ഈ ഒരാഴ്ച വേണ്ട, അത് കഴിഞ്ഞാൽ ആവാം. അതാണ്. അപ്പോൾ പുറത്തായിട്ടുള്ള സ്ത്രീകൾ, അതേപോലെ ചണ്ടാളാദികൾ, ഗോബ്രാഹ്മണാദി വധം ചെയ്തിട്ട് മഹാപാതകികളായിട്ടുള്ളവർ, അവർക്കൊക്കെ നമുക്ക് ഭാഗവതം കൊടുത്തിട്ട് അവരെയൊക്കെ പുത്തനാക്കാൻ പറ്റും, അവരെയൊക്കെ പുണ്യം ഉള്ളവരാക്കി തീർക്കാൻ പറ്റും. അത് വേറെ വിഷയം. പക്ഷേ ഇപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ നമ്മൾ കേൾക്കണത് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് വേണ്ട. അതേപോലെ സംസ്കാരമില്ലാത്തവർ. എന്തായി സംസ്കാരമില്ലാത്തവർ? വർണ്ണാശ്രമ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാത്തവർ. രാവിലെ എഴുന്നേൽക്കുക, കുളിക്കുക, കുറച്ച് തേവാരം ചെയ്യുക, ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനാദികൾ ചെയ്യാത്തവരെ വേണ്ട എന്ന് സാരം. നാമം ജപിക്കാത്തവരെ വേണ്ട, ഭക്തന്മാരെ വേണ്ട. ബ്രാഹ്മണ ദ്വേഷികളെ നമ്മൾ നേരത്തെ പറഞ്ഞു വേണ്ട. വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്തവരെ വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇന്ന ആളുകളെ എന്നുള്ളതിന് പകരം ഭാഗവത വിരോധികളെ വേണ്ട എന്ന് മാത്രം വെച്ചാൽ മതി. കാറ്റഗറി നമ്മൾ കൂട്ടണ്ട. ഭാഗവത വിരോധികളെ, നമുക്ക് കഥ കേൾക്കുന്നതിന് തടസ്സം വരിക, കഥ പറയുന്നതിന് തടസ്സം വരിക വെച്ചാൽ അങ്ങനത്തെ ഒരു വേണ്ട, അത്രയേ ഉള്ളൂ. രജസ്വല, പിന്നെ അന്ത്യജ. രജസ്വല, അന്ത്യജ. അന്ത്യജന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചണ്ടാളന്മാർ അന്ത്യജന്മാരെന്നാണ് പറയാം. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കഴിഞ്ഞതിന് ശേഷമുള്ളവർ, അതാണ് അന്ത്യജന്മാർ. ഇനി കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, നമുക്ക് അതിൻ്റെ സംസ്കൃതത്തിൻ്റെ അങ്ങോട്ടൊന്നും പോകണ്ട.
അതായത് പ്രതിലോമചര് അനുലോമചര് എന്നൊക്കെ പറഞ്ഞിട്ടേ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭക്തി ഉള്ളവർക്കൊക്കെ ഇതിന് സ്വീകരിക്കാം. ഭക്തി ഇല്ലാത്തവർ, ഒരു തരത്തിലും വഴങ്ങാത്തവർ, അവരെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കണ്ട. നമ്മുടെ കഥ കേൾക്കൽ തടസ്സപ്പെടും, അത്രയേ ഉള്ളൂ. പിന്നെ മ്ലേച്ഛന്മാരെന്ന് വെച്ചാൽ ഒരു തരത്തിലും നിയമം അനുശാസിക്കാത്ത പ്രവൃത്തികളെ, ശിക്ഷാർഹമായിട്ടുള്ള തെറ്റുകളെ ചെയ്യുന്നവർ, അതാണ് മ്ലേച്ഛന്മാർ. അപ്പോൾ അതിൽ ഈ വേഷഭൂഷാദികൾ കണ്ടിട്ട് കാര്യമില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്യുന്ന ആൾക്കാർ വേഷത്തിൽ നല്ല ഭസ്മകുരിയും കാര്യങ്ങളും മാലയും കാര്യങ്ങളൊക്കെ കാണും, നമ്പൂരിയായിട്ടൊക്കെ നടക്കണ്ടോ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അവർ മ്ലേച്ഛൻ്റെ പ്രവൃത്തിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് മ്ലേച്ഛത. അപ്പോൾ ആരാ മ്ലേച്ഛൻ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സൽസ്വഭാവികളെ എന്ന് പ്രത്യേകം പറയാം. നമ്മൾ ഈ ശുദ്ധിയും വൃത്തിയും ഇല്ലാതെ കണ്ട് മനസ്സും ശരീരവും ശുദ്ധമല്ലാത്ത ആളുകൾ, പരോപദ്രവം ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ സ്വതവേ മ്ലേച്ഛന്മാർ തന്നെയാണ്. പിന്നെ ജന്മം കൊണ്ട് മ്ലേച്ഛത, കർമ്മം കൊണ്ട് മ്ലേച്ഛത, രണ്ടുമുണ്ട്. സംഘം കൊണ്ട് മ്ലേച്ഛത. സംഘം കൊണ്ട് വെച്ചാൽ കുട്ടിക്കാലം മുതലേ അങ്ങനത്തെ ആളുകളായിട്ട് കൂട്ടൊക്കെ കഴിഞ്ഞു. ആഹാരാദികൾ സ്വീകരിക്കുന്നത് അത് മാത്രമാണ് വെച്ചാൽ മ്ലേച്ഛതയും. അതാണ് സംഘം കൊണ്ട്. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ചീത്തയാണെങ്കിൽ അവർ മ്ലേച്ഛരായി മാറുകയാണ്. അവർ സ്വതവേ മ്ലേച്ഛരല്ല. വാൽമീകി മ്ലേച്ഛനായിരുന്നില്ല, പ്രജേതസ്സുകളുടെ പരമ്പരയിൽ പെട്ടതാ. അപ്പോൾ മ്ലേച്ഛനല്ല, സംഘം കൊണ്ട് മ്ലേച്ഛനായതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഇപ്പോൾ ജന്മം കൊണ്ട് മ്ലേച്ഛനാണെങ്കിലും കർമ്മം കൊണ്ട് നന്നായിട്ട് മാറാം. ജന്മം കൊണ്ട് സാത്വികനായിട്ട് ജനിച്ചു, ആ കുലത്തിൽ ജനിച്ചു, എന്നിട്ട് കർമ്മം കൊണ്ട് ചീത്തയായിട്ടും വരാം. അപ്പോൾ നമുക്ക് ഇവിടെ അത്രയേ ഉള്ളൂ. ചീത്ത എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ ഈ കഥ വായിക്കുന്ന സമയത്ത് വരണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ ബ്രാഹ്മണദ്വേഷികൾ, വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്തവർ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുവേണ്ട. രജസ്വല അന്ത്യജ മ്ലേച്ഛ പതിത വ്രാതകൈഹി, പതിതന്മാരായിട്ട് ഈ വ്രതസ്ഥരെ നിന്ദിക്കുന്നവരെ എന്നുള്ള രീതിയിൽ പതിതവ്രാതകന്മാർ, അവർ അപ്പോഴത്തെ വ്രതം ഭാഗവത വ്രതന്മാരല്ല. അവർ ഈ ബ്രഹ്മഹത്യാദി പാപങ്ങളെ ചെയ്യുന്ന വ്രതം ഉള്ളവരാണ്, പതിതവ്രാതകന്മാരാണ്. അങ്ങനത്തോരുമായിട്ട് വേണ്ട. അതേപോലെ ദ്വിജന്മാരെ വിരോധിക്കുക, ദ്വേഷമുള്ളവർ, ദ്വിഡ്, ബ്രാഹ്മണരെ ഭക്തന്മാരെയൊക്കെ ദ്വേഷിക്കുന്നവർ, വിപ്രദ്വിഡ്, കൃഷ്ണദ്വിഡ്, രുക്മി കൃഷ്ണദ്വിഡ് ആണ്. രുക്മിണിയുടെ സഹോദരനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, കൃഷ്ണദ്വിഡ് ആണ്. അപ്പോൾ ദ്വിജദ്വിഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണ്ട. വേദബാഹ്യൈഹി ച, വേദത്തിൽ നിന്നും പുറത്തു നിൽക്കുന്നവർ, വേദത്തെ അനുസരിക്കാത്തവർ, അങ്ങനത്തെ ഒരു വേണ്ട. വേദത്തെ പ്രമാണമായിട്ട് എടുക്കണം. ഭാഗവതന്മാരൊക്കെ വേദപ്രമാണന്മാരാണ്. വേദത്തിൽ പറഞ്ഞതേ ഭാഗവതത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. പൂജയായാലും ശരി, നേദ്യമായാലും ശരി, സമർപ്പണമായാലും ശരി, പ്രദക്ഷിണം, നമസ്കാരം, ഗ്രന്ഥപൂജ, അങ്ങനെ ഉണ്ടല്ലോ, ദാനങ്ങളതൊക്കെ അതിലപ്പെടാം. അതൊക്കെ വേദപ്രമാണമുണ്ട്. അവരെയൊക്കെ വദേത് യഹ കഥാവൃതി, അവരെ ഇവിടേക്ക് വിളിച്ച് വരുത്തണ്ട. അവരെ നമ്മൾ ഈ വക്താക്കളായിട്ട് വേണ്ട, ശ്രോതാക്കളായിട്ട് വേണ്ട, അവരെ അടുപ്പിക്കേ വേണ്ട. നമ്മൾ പാചകക്കാർ വേണ്ടാന്ന് പറഞ്ഞു, കമ്മിറ്റിക്കാർ വേണ്ടാന്ന് പറഞ്ഞു, പൈസ തരുന്നവർ, സ്പോൺസേഴ്സ്, അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ലായിരിക്കുമെന്ന് നമ്മൾ പരിഭ്രമിക്കാതെ, എല്ലാം കിട്ടും. കിട്ടിയതുകൊണ്ട് മതി. പണ്ടൊക്കെ ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കും, മൈക്കൊന്നും ഉണ്ടാവില്ല, അത് കേൾക്കാൻ ആൾക്കാർ ഇരിക്കുന്നതാണ്. ഇപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ വായിക്കും. ഉറക്കെ ശബ്ദം നിലച്ചാൽ അപ്പോൾ വായന നിർത്തി, പിന്നെ എപ്പോഴാണ് ശബ്ദം കിട്ടുക അപ്പോൾ ആദ്യം വായിക്കാൻ തുടങ്ങും. അപ്പോൾ നിയമങ്ങളൊക്കെയോ ഭാഗവതം കേൾക്കാനാണ്. നിയമങ്ങൾ എന്തിനാ വെച്ചത്? ഭാഗവതം കേൾക്കാനാണ്. അവിടെ പഴിച്ചാൽ കഴിഞ്ഞു. 7 ദിവസം കൊണ്ട് ഭാഗവതം ഇങ്ങനെയൊക്കെ വായിക്കണം, ഇത് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ ആ ആൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുമ്പോൾ കേൾക്കുന്നയാൾക്ക് ഈ ഭാഗവതം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞയാളാ തെറ്റുകാരൻ. അപ്പോൾ ഭാഗവതം കിട്ടുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടതേ.
അത് കിട്ടുന്നില്ല വെച്ചാൽ ബാക്കിയൊക്കെ പിഴവാ. അത് കിട്ടുന്നുണ്ടെങ്കിൽ കാലോ ദേശോ ഇതൊന്നും നോക്കണ്ട, ഏത് ജാതിയിലാണ് ജനിച്ച് ഒന്നും നോക്കണ്ട. ഭക്തനാണോ അന്യനെ നിന്ദിക്കണ്ടോ എന്ന് നോക്കണം കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ, ആചാര്യസ്ഥാനത്ത് ഇരുന്നിട്ട് ബ്രാഹ്മണരെ നിന്ദിക്കുക, അതൊക്കെ നമ്മൾ കേൾക്കണ്ടപ്പോഴേ. ഞാൻ തന്നെ എത്ര ആൾക്കാരെ നിന്ദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിന്ദിക്കാൻ പാടുമോ? ഞാൻ നിന്ദിക്കാൻ പാടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നിന്ദിക്കണില്ല എന്നുള്ളത്. ഞാൻ അവരെയല്ല നിന്ദിച്ചത്, അവരുടെ പ്രവൃത്തിയാണ്. അത് അനുഭവത്തിലുള്ളത് മാത്രമേ പറയാറുള്ളൂ. നേരിട്ട് അനുഭവിച്ചു, മറ്റൊരാൾ കേട്ടറിവിടെ ഞാൻ നിൽക്കാറില്ല. നേരിട്ട് അനുഭവിച്ചതിനെ മാത്രമേ പറയാറുള്ളൂ. തെറ്റിദ്ധരിക്കുകയേ വേണ്ട നിങ്ങൾ. അപ്പോൾ ഞാൻ ഭാഗവതം തന്നെ, എനിക്ക് 100% ഉറപ്പാണ്. ഇങ്ങനെ ഉറപ്പിച്ച് പറയണത് എന്ത് വേണം? നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ അത്രയും വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് അതിലാണ് ഭാഗവതം. ഇതിലുള്ളത് ഭഗവാൻ എവിടെയാണോ ഉള്ളത് അതാണ് ഭാഗവതം. അപ്പോൾ നമ്മൾ രാമായണമായാലും ശരി, ഈ ദേവി ഭാഗവതമായാലും ശരി, ശിവപുരാണമായാലും ശരി, അത് ഭാഗവത. അതിനെ ഭാഗവതമായിട്ട് കണക്കാക്കാൻ കഴിയാത്തവർക്ക് അത് എടുക്കാനുള്ള അർഹതയില്ല. ബ്രാഹ്മണനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം പ്രയോഗിച്ചതൊക്കെ എനിക്കറിയാം. ബ്രാഹ്മണനെ നിന്ദിക്കാനാ എന്താ ചെയ്യാൻ മാർഗമില്ല. ഭക്തനായിട്ടുള്ളൊരു ബ്രാഹ്മണനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടൊരു സൂത്രം ഭാഗവതമല്ല, വേറൊരു പുരാണത്തെ വായിച്ചു. അങ്ങനെയൊന്നും ചെയ്യാൻ എന്താ ഭാഗവതം എന്ന് അറിയാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ മഹാപാപ. അതിന് പരിഹാരം എന്താ തോന്നുന്നില്ല എനിക്ക്. അത്രയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടത്. നമ്മൾ ചിന്തിക്കണതല്ല. ഈവൻ സഹസ്രനാമം ജപിക്കുമ്പോൾ പോലും ഒരു ബ്രാഹ്മണൻ ഇരുന്ന് വായിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ മീതെ നമ്മുടെ ശബ്ദം പോകാൻ പാടില്ല എന്നൊക്കെ നിയമമുണ്ട്. ബ്രാഹ്മണർക്കല്ലാതെ കണ്ട് സഹസ്രനാമം വായിക്കാൻ പാടില്ല എന്ന് അത് വേറെ വിഷയം. അത് എത്ര അങ്ങോട്ട് പോണ്ട. ഒരു ബ്രാഹ്മണൻ വായിക്കുമ്പോൾ ആ ശബ്ദത്തിൻ്റെ മീതെ പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതൊന്നും അറിയാത്തവരാണ് നമ്മൾ. അതൊക്കെ മറികടന്ന് വായിക്കുന്നവരാണ് നമ്മൾ. കഥകൾ പലതുണ്ട്. അനുഭവം നേരിട്ട് അനുഭവിച്ചാണ്, അല്ലാതെ മറ്റേതല്ല കേട്ടോ. അതൊക്കെ നേരിട്ട് അനുഭവിച്ചാണ്. എന്തായാലും ഇങ്ങനത്തെവരെ കൂട്ടരുത്. അന്യനെ നിന്ദിക്കുന്നവരെ കൂട്ടരുത്. ഇനി അതിനെന്താ ഭഗവത് എന്താ പറഞ്ഞിരിക്കണ? ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കണ? ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തു എങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന അവരെ നിന്ദിക്കുകയാണല്ലോ, ഞാൻ ചെയ്യേണ്ടത് അവരെ നമസ്കരിക്കുകയാണ്, നിന്ദിക്കുകയല്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് നിന്ദിക്കുന്നു? ഇങ്ങനെ ഒന്നുണ്ട് എന്ന് നിങ്ങളോട് പറയണച്ചാൽ നിങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് പറയണമെന്നുള്ളത്. കലി കന്മഷം ആണ്. ഈ കലി കന്മഷം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ പറയണം. ഇത് എൻ്റെ മനസ്സിനെ ബാധിക്കുന്നില്ല. ഞാൻ എന്താ കുറ്റം പറയാണല്ലോ, എനിക്കത് തോന്നുന്നില്ല. അതെന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊക്കെ എനിക്ക് പ്രശ്നമാണ്. എനിക്കത് ബാധിക്കാത്തത് കൊണ്ട് നിങ്ങളെയും അത് ബാധിക്കില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നില്ല. എന്താ കാരണം? എൻ്റെ മനസ്സിലതില്ല. താൽക്കാലികമായിട്ട് അങ്ങനെ തോന്നിച്ചാലും നിങ്ങളിൽ അത് മാറ്റം വരുത്തും. കാരണം എൻ്റെ മനസ്സ് ശുദ്ധാതുകൊണ്ട്. അപ്പോൾ ഈ കുറ്റത്തെ നമ്മൾ കാണാൻ പാടില്ല. അന്യ ഗുണദോഷ ചിന്തനം ഉപേക്ഷിക്കണം. നമ്മളെ മനസ്സിലേക്ക് കയറി വരരുത് എന്ന് ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഉദ്ധവോപദേശത്തിൽ. അവിടേക്ക് എത്താറാവണച്ചാൽ ഇതൊക്കെ ബാലപാഠമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് പെരുമാറിയാലെയാണ്, മനസ്സിലാക്കിയിട്ട് ജീവിച്ചാലെയാണ് നമുക്ക് ഭാഗവതത്തെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുരാണത്തിൽ മാഹാത്മ്യം ചേർത്തത്, മാഹാത്മ്യത്തിൽ ഇതേപോലെയുള്ള വിശദീകരണങ്ങൾ ചേർത്തത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നത് മുഴുവനും മാഹാത്മ്യമാണ്. അപ്പോൾ മാഹാത്മ്യത്തിൽ ഈ വിശദീകരണം ഉണ്ട്. ഇത് ചെയ്യാനല്ല. ഇവരെ നമ്മൾ ഇനിയിപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയും, ഇവരെയൊക്കെ ഭാഗവതം കേൾപ്പിക്കൂ, നമ്മളോട് തന്നെയാണ് പറയണത്. അപ്പോൾ ഉദ്ധവൻ ചോദിക്കേണ്ട ഒരിക്കലേ, ഭഗവാനെ അങ്ങ് ആദ്യം തൊക്കെ നിഷേധിച്ച് പറഞ്ഞു, ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ, മൂന്നാമത്തെ ഘട്ടത്തിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നും കൃഷ്ണൻ പറഞ്ഞു ഉദ്ധവനോട്. അപ്പോഴാണ് പ്രമാണമായിട്ട് വന്നത് കർമ്മയോഗമാണ് ഉദ്ധവ ഞാൻ പറഞ്ഞത്. കർമ്മയോഗം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും ഭഗവാന് സമർപ്പിക്കുക. ഇങ്ങനെ നമ്മിൽ ഒന്നും
ബാക്കിയില്ലാത്തൊരവസ്ഥയിൽ, കാമവും കാമബാക്കിയും കർമ്മവും കർമ്മബാക്കിയും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചാൽ പിന്നീട് നമ്മളെ കർമ്മം ബാധിക്കില്ല, നമ്മളെ കർമ്മം വിട്ടു പോയിക്കോളും. അപ്പോൾ കർമ്മം ചെയ്യണ്ട. കർമ്മം നമ്മളായിട്ട് ഉപേക്ഷിക്കാൻ പാടില്ല, കർമ്മം നമ്മളെ ഉപേക്ഷിക്കണം. മൂന്നാമത്തെ ഘട്ടത്തിൽ അതാണ്. അവിടേക്ക് എത്താൻ നമ്മൾ ഇത്ര പെട്ടെന്ന് ഓടി ആവില്ല. അവിടേക്ക് എത്താൻ ഈ വിവേചനം, ഈ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് അത് ശരി ഇത് തെറ്റ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റുകളെ ഉപേക്ഷിക്കുകയും വേണം, ശരികളെ എടുക്കുകയും വേണം. ആദ്യമേ തന്നെ നമ്മൾ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തിയിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇന്നത്തെ ബുദ്ധത. ആദ്യത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടില്ല നമ്മൾ, അപ്പോഴാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ലേ എടുക്കേണ്ടതെന്ന് ചോദിക്കുക. അത് വക്രിച്ച് പറയില്ല, പാഖണ്ഡം പറയില്ല. എന്തിനാ ഇത് ഭാഗവതത്തിൽ പുരാണത്തിൽ ചേർത്തത്, മഹാത്മ്യം ഇത്ര വിശദീകരിച്ച്? ഇതിന് വേണ്ടിയിട്ടാണ്. ആദ്യം വിശകലനം ചെയ്യണം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ രജസ്വല അന്ത്യജ മ്ലേച്ഛ പതിതവ്രതന്മാര് പതിതവ്രതകൈഹി തഥാ ദ്വിജദ്വിഡ് വേദബാഹ്യൈഹി ച ന വദേത് യഹ കഥാവ്രതി. ഇങ്ങനത്തെ ആളുകൾ ഭാഗവതം പറയണ്ട, ഭാഗവതം കേൾക്കണ്ട. അവരെ പിന്നീട് മുക്തരാക്കാട്ടോ, അത് വേറെ വിഷയം. രജസ്വലാന്ത്യജം മ്ലേച്ഛ പതിതവ്രാതകൈസ്തഥാ ദ്വിജദ്വിഡ് വേദബാഹ്യൈശ്ച ന വദേദ്യ കഥാവ്രതി. 53-ാമത്തെ ശ്ലോകം. സത്യം ശൗചം ദയാം മൗനം ആർജവം വിനയം തഥാ ഉദാരമാനസം തദ്വത് ഏവം കുര്യാൽ കഥാവ്രതി. സത്യസന്ധരായിട്ട് ജീവിക്കുക. ഇനി ഭാഗവത പ്രകാരമാണ് വെച്ചാൽ നമുക്ക് സത്യം എന്നുള്ളത് അർത്ഥസത്യമായിട്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ. സത്യം, നുണ പറയരുത്, പൊളി പറയരുത്, ഇല്ലാത്തത് പറയരുത്, അരുതാത്തത് പറയരുത്, ചെയ്യുവരുത്. ഇത് മനസ്സാ വചസാ കർമ്മണ. സത്യം എന്നുള്ളത് വചസാ മനസ്സാ കർമ്മണയാണ്, അല്ലാണ്ട് പറയൽ മാത്രമല്ല. സത്യം എന്നുള്ളത് പറയുക മാത്രമല്ല, മനസ്സുകൊണ്ട് ചിന്തിക്കലും പറയലും പ്രവർത്തിക്കലും, 3 കരണങ്ങളും സത്യമാവണം. ശൗചം, അതിൽ ശുദ്ധി നിർബന്ധമാണ്. മനഃശുദ്ധി, ദേഹശുദ്ധി, ദ്രവ്യശുദ്ധി പറഞ്ഞ അനവധിയുണ്ട് ശുദ്ധികൾ. ദയാം, ദീനരെ രക്ഷിക്കുക എന്ന ദയ. വിദ്യ ഇല്ലാത്തവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് ദയ. ശാരീരികമായിട്ട് സഹായിക്കാം, മാനസികമായിട്ട് സഹായിക്കാം, രോഗികളെ ശുശ്രൂഷിക്കാം. ഇതൊക്കെ ദയയാണ്. ഇല്ലാത്തവർക്ക് കൊടുക്കാം, ദയയാണ്. പിന്നെ മൗനം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. പരമാവധി വർത്തമാനങ്ങളേ വേണ്ട. ഭാഗവതവും ഭഗവാന്റെ അത് മാത്രം പറയുക. മൗനം ശീലിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ വിഷമമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ വർത്തമാനം പറയലാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വർത്തമാനം പറയുന്നത് ഭഗവാന്റെ കഥകളോ ഭഗവത് സംബന്ധിയോ ആണെങ്കിലോ അത് വളരെ ഉത്തമമായി. വാചാലകഥ, എന്തൊരു വാചാലത! അവരൊക്കെ ഭാഗവതം എന്ന് വെച്ചാൽ കുടുങ്ങിയായിരുന്നു നമ്മൾ. സദാസമയത്തും ഭാഗവതം എടുത്ത് വായിക്കുന്നവർക്ക് പോലും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഇവരുടെ വർത്തമാനങ്ങൾ കേൾക്കാം. നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. അപ്പോൾ മൗനം വളരെയധികം ശീലിക്കണം നമ്മൾ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും പറയണ്ട. എന്താണ് ആവശ്യം എന്നുള്ളത് അറിയാറാവൽ ഭാഗവതം കിട്ടിയാൽ കിട്ടും. അതേപോലെ ആർജവം, കാപട്യമില്ലായ്മ, നേടൽ എന്നൊക്കെ അർത്ഥം. എന്തൊക്കെ നമ്മൾ ഈ ദുഃഖ ദുരിതങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് സമ്പാദിക്കണമോ അത് മുഴുവൻ, എത്രത്തോളം കാപട്യമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുമോ, എത്രത്തോളം വിനയത്തോടു കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുമോ, ഉദാരമായിട്ടുള്ള മനസ്സിനെ ദയയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ ഈ ശരീരത്തിനെ പ്രേരിപ്പിക്കുക, അത് ചെയ്യുന്നുവോ, എല്ലാ സൽഗുണങ്ങളെയും പരോപകാരാർത്ഥമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഒരു തരത്തിലും ഒരു കാപട്യവും ഇല്ലാത്ത നിഷ്കളങ്ക ഭക്തിയോട് കൂടിയിട്ട്, നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ട് ചെയ്യണം. വിനയത്തോട് കൂടിയിട്ട്, ഉദാരമാനസനായിട്ട്. തദ്വത്, അതേപോലെ. ഏവം കുര്യാത് കഥാവൃതി. അപ്പോൾ സത്യം പാലിക്കണം, ശൗചം പാലിക്കണം. സത്യം, ശുദ്ധി, ദയ, മൗനം, കപടമില്ലാത്തതായിട്ടുള്ള ഭാവം, ആർജവം, അതേപോലെ
പലതും നേടൽ, എല്ലാം നിഷ്കളങ്കം എന്നുള്ള രീതിയിൽ. കാർപ്പണ്യദോഷം വരരുത്. അതായത് നമുക്കൊരു ആൾ ഒരു കാര്യം തന്നു, ആ തന്നതിന് നന്ദിയോട് കൂടിയിട്ട്, ഭഗവാനാണ് നമുക്കെല്ലാം തന്നത്, ആ ഭഗവാനോട് നന്ദിയോട് കൂടിയിട്ട് അങ്ങനെ വേണം ജീവിക്കാനായിട്ട്. അതൊരാൾ തന്നു വെച്ചാൽ ആളോട്. പശു പാല് തന്നു, ആ പശുവിനോട് നന്ദി. ഭൂമി നമുക്ക് ഇതാ കിടക്കാനുള്ള സ്ഥലം തരണു, ഭൂമിയോട് നന്ദി. സൂര്യൻ നമുക്ക് പ്രകാശം തരണു, സൂര്യനോട് നന്ദി. ഇങ്ങനെ അതാണ് ഈ കാർപ്പണ്യദോഷം വരാതെ കണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. ഈ കാപട്യമില്ലാത്ത സമ്പാദ്യങ്ങളെ നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. എന്താ സമ്പാദിക്കുന്നത്? ഇപ്പം നമുക്ക് ശ്വാസം വലിക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്വാസം വലിക്കുന്നുണ്ട്. ഈ ശുദ്ധവായു തന്നതാരാ? ഭഗവാനാണ്. അത് തന്നതിനെ സ്വീകരിക്കാനുള്ള ശരീരം തന്നതാരാ? ഭഗവാനാണ്. ആ ശരീരത്തെ അതിൻ്റെ ഊർജ പുഷ്ടിയോട് കൂടിയിട്ട് സംസാരിക്കുന്നു, കാണുന്നു, പുസ്തകത്തിൽ അക്ഷരം വായിക്കണു, മൊബൈൽ നോക്കിയിരിക്കണു, ഇത്രയും ഭാഗവത കാര്യങ്ങൾ പറയണു. ഈ തന്നതാരാ? ഭഗവാനാണ്. ആ നന്ദിയോട് കൂടിയിട്ട് ഈ സ്വീകരിക്കലും സ്വീകരിച്ചതിനെ കൊടുക്കലും. അപ്പോൾ ആർജവം എന്നുള്ളതിൻ്റെ ഒരു ഭാവം കാപട്യമില്ലാതെ കണ്ട് നാം എന്തൊക്കെയാണോ സ്വീകരിക്കുന്നത്, നന്ദിയോട് കൂടിയിട്ട് ഈ തന്നവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങനെ സമ്പാദിച്ചാലേ സമ്പാദ്യമാവുള്ളൂ. അതാണ് യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം, മറ്റു സമ്പാദ്യമല്ല. മറ്റത് കേമദ്രമ്യാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. ശ്രീ ഇല്ലാത്തൊരവസ്ഥ വരും. നമുക്ക് കിട്ടിയതിനെ ഉപയോഗിക്കാൻ പറ്റാണ്ട് വരും. കർണന് പരശുരാമനിൽ നിന്നും വിദ്യ കിട്ടിയപ്പോൾ ഒരു ശാപമായിട്ട് വന്നു. പരശുരാമൻ ശപിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പുരാണത്തിൽ. പരശുരാമന് ശപിക്കുകയല്ല ഉണ്ടായത്. ഉണ്ണി, നീ ഈ എന്നിൽ നിന്നും അനുവാദമില്ലാതെ എൻ്റെ കാപട്യമായിട്ട് വിദ്യ നേടിയല്ലോ, അത് ആർജവാണ് നേടിയത്. പക്ഷേ അത് സന്ദിഗ്ധ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റാണ്ട് വരുമല്ലോ, എന്താ ചെയ്യുക? ശപിച്ചിട്ടില്ല. സനകാദി മഹർഷിമാർ, ജയവിജയന്മാരെ ശപിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഉണ്ടല്ലോ. ജയവിജയന്മാർ എന്തിനാ ഞങ്ങളെ തടുക്കാൻ പാടില്ലായിരുന്നല്ലോ. ശപിച്ചിട്ടില്ല. അതിൻ്റെ അടുത്ത പരിണത ഫലമാണ് അസുരഭാവം. ഇതൊരു അസുരഭാവമല്ലേ, അപ്പോൾ അസുര ജന്മം വേണ്ടി വന്നു. ശപിച്ചിട്ടില്ല. അഗസ്ത്യ മഹർഷിയുടെ ശാപം മൂലമാണ് ഗജേന്ദ്രനായത് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയണു. അഗസ്ത്യ മഹർഷി ശപിച്ചിട്ടില്ല അത്രേ. ശപിച്ചിട്ടില്ല. ആനയാവട്ടെ എന്ന് ശപിച്ചു നമ്മളും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. ശപിച്ചിട്ടില്ല അത്രേ. രാജാവിൽ നിന്നും ഈ രാജകീയമായിട്ടുള്ള വിഭവങ്ങളെ സ്വീകരിക്കണമെന്ന താല്പര്യത്തോടു കൂടിയിട്ട് വന്നപ്പോൾ ധ്യാനത്തിലാണ്. അപ്പം ഞാൻ വന്നത് അറിയണ്ടേ, ഗുരു വന്നത് അറിയണ്ടേ, ഇതൊരു തെറ്റല്ലേ എന്ന് തോന്നിയിത്രേ. അറിയാത്ത ഭാവത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എങ്കിലും അത് ശാപമായിട്ട് മാറിയെന്നാ. ശപിച്ചിട്ടില്ല. ആനയാവട്ടെ എന്നൊന്നും ശപിച്ചിട്ടില്ല എന്നാണ്. ഞാനും പറയാറുണ്ട് ആനയാവട്ടെ എന്ന് ശപിച്ചു എന്ന്. ഇതൊരു ആനയുടെ ഭാഗവത്തിലുണ്ട്, ആനയുടെ ഭാവം. കാരണം ഈ അഗസ്ത്യനെ ശപിക്കാൻ പറ്റില്ല, നാരദ മഹർഷിക്ക് ശപിക്കാൻ പറ്റില്ല, യമളാർജുനന്മാർക്ക്, ഈ കുബേരൻ്റെ മക്കളായിട്ടുള്ള നളഗോപുര മണിഗ്രീവന്മാർക്ക് ശാപം കൊടുത്തിട്ടില്ല. ഇതൊരു മരവിച്ച മനസ്സാണല്ലോ. കാളിന്തിയിൽ സ്ത്രീകളുടെ ഒപ്പം നഗ്നരായിട്ട് കുറച്ച് മധുപാനം ചെയ്ത് ബോധമില്ലാതെ കണ്ട് കാളിന്തിയെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ യമുനയെ ഗംഗയെ ബഹുമാനിക്കണം. അത് ചെയ്തില്ല. അളകനന്ദയെ ബഹുമാനിക്കണം, ചെയ്തില്ല. അത് തെറ്റല്ലേ? തോന്നിയുള്ളൂ, ശപിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ നമ്മളത് വായിക്കാറുണ്ട്, ശപിച്ചു എന്ന് വായിക്കാറുണ്ട്. അവിടെ വ്യാഖ്യാനം പറയുന്നുണ്ട്, ഇവര് ഇങ്ങനത്തെ ആളുകൾക്ക് ശാപം എന്നുള്ളത് അസാധ്യം. ശം നിത്യസുഖമാനന്ദം. അപ്പോൾ ആ നിത്യസുഖത്തിന് അന്യർക്കും കൂടി സുഖം കിട്ടണം. അതിനൊരു വിഷമം വന്നു അത്രേ. ആ വിഷമം വന്നതിൻ്റെ കാരണമാണ് പവർഗം. പുണ്യപാപങ്ങൾ, അതിൽ പാപം, ആ ഫലം സദ്ഫലമല്ലാതെ കണ്ടുവരിക. ബന്ധം, മദ്യത്തോടുള്ള ബന്ധം, സ്ത്രീകളോടുള്ള ബന്ധം, മതം, ഇതൊക്കെയാണ് ബന്ധേ. ഭയം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വരിക? മൃത്യു. താൽക്കാലികമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറി യമളാർജുനന്മാർ മരമായിട്ട് മാറി.
ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു മഹാരാജാവ് ധ്യാനത്തിൽ നിന്ന് മാറി ആനയായി. മാറ്റം ശപിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ശാപം എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ മഹാബ്രാഹ്മണര്, മഹാഭക്തന്മാര്, മഹർഷിമാര് അവരുടെ മനസ്സിൽ തോന്നിയത് അത് ഈ തഥാസ്തു ദൈവം എന്ന് പറഞ്ഞൊരു ഗണമുണ്ട്. അത് അപ്രകാരം തന്നെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചതാണ് ഇവരൊക്കെ. ഈ മാറ്റങ്ങളൊക്കെ വന്നത് അങ്ങനെയാണ്. അപ്പം ശാപമല്ല, നല്ലോണം മനസ്സിരുത്തണം. ഈ മഹാബ്രാഹ്മണർ ഒന്നും ശപിക്കുന്നില്ല. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഈ അക്ഷരങ്ങൾ എടുക്കുമ്പോൾ, അക്ഷരങ്ങളൊക്കെ അർത്ഥം എടുക്കുമ്പോൾ പരോപകാരത്തിന് വിഘ്നം വരുന്നതായിട്ടുള്ള ആ പ്രവൃത്തി താൽക്കാലികമായിട്ട് അപ്പോൾ സംഭവിച്ചത് അതൊരു പവർഗമായതുകൊണ്ട്, മുക്തിക്ക് തടസ്സമായതുകൊണ്ട്, ആ മുക്തിക്ക് തടസ്സമായതിനെ അത് പ്രാരബ്ധം തീർത്താലേണ് അവസാനിപ്പിച്ചാലേ അത് പൂർത്തിയാവുള്ളൂ. അതിലേക്ക് എത്തിച്ചു. എന്നുള്ളത് ഈശ്വരഭാവ, പ്രകൃതിയുടെ ഭാവ. എന്നുള്ളത് അമ്മയാണ്. ദേവഭാഗവതം പ്രത്യേകം പറയുന്നുണ്ട്. ആ മൂർഖം എന്നുള്ളത് അമ്മയാണ്. ഓം അതിലെ ഒടുക്കത്തെ അത് പ്രകൃതിയാണ്. പ്രകൃതിയിലാണ് ഈ ഹമ്മിങ് ഇങ്ങനെ കിടക്കുക. ആ ഹമ്മിങ്ങിലൂടെയാണ് നമ്മൾ ഈ ജീവൻ അങ്ങോട്ട് കയറി പോവുക, ഭഗവാനിലെത്തുക. അപ്പോൾ ആ പ്രകൃതിയുടെ ഭാവത്തെ പോലും മറികടക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ശിവപാർവതിമാർ ഈ ചിത്രകേതു ഇങ്ങനെ വന്നിട്ട് കാല് പിടിച്ചിട്ട് മഹാദേവന് മാത്രമേ ഇങ്ങനെ അമ്മയെ മടിയിലിരുത്തിയിട്ട് ഈ രണ്ട് ദ്വിത്വത്തിനെ മറികടക്കാനുള്ള ബ്രഹ്മോപദേശം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പാർവതിക്ക് മനസ്സിലായില്ല, ശിവന് മനസ്സിലായി. ഇത് ആസുരഭാവല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രകേതു വൃത്രനായി. ശപിച്ചിട്ടൊന്നുമില്ല. അതാണ് ആ ഭാഗവതത്തിലുണ്ട് എന്തിനാ അപ്പം ശപിച്ചത്. അപ്പോൾ അത് ശാപമല്ല. വ്യാഖ്യാനം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഭാഗവതനാവണച്ച കുറച്ച് പണിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഭാഗവതനാവാൻ കുറച്ച് പണിയാണെന്ന്. ശാപമല്ല. അവിടെ എന്താ സംഭവിച്ചത്? വൃത്രൻ്റെ കഥ അമ്മ കുറച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ ഉണ്ണി വേഗം വരും കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള ഭാവത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യുദ്ധരംഗത്ത് കൂടി ഭഗവാനെ സ്മരിച്ചത്. ഹരേ എന്ന് ഇന്ദ്രനെ വിളിച്ചപ്പോൾ ബോധം കിട്ടിയത് എന്താ? ഭഗവാൻ ഹരിയെയാണ് ബോധം കിട്ടിയത്. നരസിംഹമൂർത്തി അനന്തഭഗവാനെ ശരിക്കും ഓർമ്മ കിട്ടിയത്. അപ്പോൾ അനന്തൻ്റെ അടുത്തെത്തി എത്തി ഭഗവാൻ ലയിച്ചു. മുക്തി കിട്ടി. പ്രത്യക്ഷ മുക്തിയാണ് കിട്ടിയത്. ആരാ വരിച്ചത്? ഇന്ദ്രനാ. എന്നിട്ട് മുക്തി കിട്ടി. ഇന്ദ്രൻ വരിച്ചാൽ മുക്തിയില്ല, ഭഗവാൻ കൊടുത്തേ. അതാണ്. അപ്പോൾ ശാപമല്ല, ശാപാനുഗ്രഹം. ശാപാനുഗ്രഹം, നിഗ്രഹാനുഗ്രഹം. അവതാര പുരുഷന്മാരൊക്കെ നിഗ്രഹാനുഗ്രഹം ഭക്തന്മാർക്ക് കൊടുക്കുന്നു. മഹാപുരുഷന്മാര്, മഹാത്മാക്കള്, ഈ ബ്രാഹ്മണര് ശാപാനുഗ്രഹത്തെ കൊടുക്കുന്നു. അത് ശാപം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിന് ലേശം പിഴവുള്ളത്. അപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്കുള്ള ഉപദേശം എന്താ അറിയോ? ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ പോലും, ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളെ പലതും ചീത്ത പറഞ്ഞ് പറയാറുണ്ടല്ലോ, ആ പറയലും തോന്നലും ഒക്കെ ആ ശാപമായിട്ട് മാറും. എന്താ? തഥാസ്തു ദൈവം നിന്നുണ്ട്. ഈ തഥാസ്തു ദൈവത്തിനെ അറിയണം. അപ്പോൾ അത് നമ്മൾ സ്നേഹിച്ചിട്ടാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വിപരീതമായിട്ട് ഫലം വരിക. അപ്പം അങ്ങനെ വരരുത്. ഒരു കാരണവശാലും മനസ്സിൽ ചീത്ത വരരുത്, ചീത്ത ചിന്ത വരരുത്, ഇങ്ങനെ ചീത്തയായിട്ടുള്ള വാക്കുകൾ പറയരുത്. അതേപോലെ താടനാദികൾ മൂന്നാമത്തെയാണ്, ചെയ്യാൻ പാടില്ല. താടനാദികൾ ശാപമായിട്ട് എങ്ങനെയാണ് വരിക? ഇപ്പം നമ്മൾ ഒരു കുട്ടിയെ തച്ചു, ആ കുട്ടിക്ക് അത് എന്നേക്കും മനസ്സിനും വേദനയായി, ശരീരത്തിനും വേദനയായി. ഒരു കയ്യോ കാലോ മുറിഞ്ഞു വെച്ചാൽ എന്തായി? ശുണ്ഠി വന്നാൽ എന്താ ചെയ്യാനില്ല? കണ്ണ് കാണില്ലല്ലോ. ശുണ്ഠി വന്ന ആൾക്ക് കണ്ണ് കാണില്ല. അപ്പോൾ കാമത്തിനും ക്രോധത്തിനൊന്നും കണ്ണ് കാണില്ല. അപ്പോൾ കയ്യും കാലൊക്കെ മുറിച്ചാൽ അതാണ് അടുത്ത ശാപത. അങ്ങനെയൊക്കെ സംഭവിക്കും. പരിണത ഫലങ്ങൾ എങ്ങനെയാണ് വരാമെന്നറിയില്ല. അപ്പം നമ്മൾ വളരെ സാത്വികരായിട്ട് ജീവിക്കണം. അതിനാണ് ഭാഗവതം. സത്യം, ഇതൊക്കെ ഈ ആർജവത്തിൽ പെടും. സത്യം, ശൗചം, ദയാം, മൗനം, ആർജവം, വിനയം തഥാ ഉദാരമാനസം തദ്വത് ഏവം കുര്യാത് കഥാവൃതി. 52
53 2 ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇത് 14ാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 6ാമത്തെ അധ്യായം മാഹാത്മ്യം, യജ്ഞവിധി, അതിലെ നിയമങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ